തലയിൽ എം പി രാജേഷ് നല്ല ഭൂരിപക്ഷത്തിൽ. സ്ഥലമണ്ഡലത്തിന് നല്ല കട്ട കോമ്പറ്റീഷനാണ്. ആര് ജയിക്കും നമുക്ക് കണ്ടറിയേണ്ടി വരും. എം പി രാജേഷ് ജയിക്കും, അതിലൊരു സംശയമില്ല. ബി ജെ പി ജയിക്കണം. ബൽറാം ജയിക്കുന്നതാണ്. ആരാ ജയിക്കാന്ന് എനിക്ക് അത്ര പറയാനറിയില്ല. ഒക്കെ കുഴിമരി കൂട്ടാണ് ഇപ്പൊ നടക്കുന്നത്. എന്ന കാര്യത്തിലാണെങ്കിൽ ഉറപ്പാണ് എം പി രാജേഷ് ജയിക്കാത്ത ഒരു തർക്കം വേണം. തലയിൽ ബൽറാം വരുന്ന വിചാരിക്കുന്നത്. ഇവിടെ എം പി രാജേഷാണ് ജയിക്കുക. വെറും രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം വികസനം അളവുകോലാക്കി നാട് വോട്ട് രേഖപ്പെടുത്തുന്ന ഈ വേളയിൽ പട്ടിത്തറ പഞ്ചായത്തിലെ ജനങ്ങൾ ആർക്കൊപ്പം ചോദിച്ചറിയാം നമുക്ക് നേരിട്ട് തന്നെ. തൃത്താലയിൽ ഇത്തവണ ആര് ജയിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സ്ഥലമണ്ഡലത്തിന് നല്ല കട്ട കോമ്പറ്റീഷനാണ്. ആര് ജയിക്കും നമുക്ക് കണ്ടറിയേണ്ടി വരും. എന്ത് തോന്നുന്നു? പൊരിഞ്ഞ പോരാട്ടം തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ പറയുന്നത് നമുക്ക് രണ്ട് വ്യക്തികളും മാനായ വ്യക്തികളെ തന്നെയാണ്. അതായത് രാജേഷ് ആണെങ്കിലും അതേപോലെ തന്നെ ഊട്ടി ബൽറാം ആണെങ്കിലും എന്തായാലും ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ ആയിരിക്കും. കണ്ടറിയാം നമുക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എം പി രാജേഷ് ജയിക്കുന്നതാണ്. കാരണം ഇപ്പം അത്യാവശ്യം വികസന കാര്യങ്ങളൊക്കെ എം പി രാജേഷ് കൊടുത്തിട്ടുണ്ടല്ലോ. എം പി രാജേഷ് തന്നെ ജയിക്കുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കണ്ടറിയാം. ചേട്ടൻ ഇപ്പൊ ഇലക്ഷനൊക്കെ എടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? നമ്മളെ വികസനത്തിന്റെ കാര്യങ്ങളിലാണ് എം പി രാജേഷ് ജയിക്കുന്നതാണ് ഉറപ്പായ വിശ്വാസം. ജയിക്കും ചെയ്യും. കാരണം അത്ര നല്ല വികസനങ്ങളാണ് നാടിന് ചെയ്ത്. റോഡായാലും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇത് ചെയ്തിട്ടുണ്ട്. വികസന കാര്യത്തിലാണെങ്കിൽ ഉറപ്പാണ് എം പി രാജേഷ് ജയിക്കാത്ത ഒരു തർക്കം വേണം. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ അപ്പൊ അടുത്തു. എങ്ങനെ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നത്? തൃത്താലയില് നമ്മളെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജയിക്കും. കാരണം പറഞ്ഞാൽ ഒരു മാറ്റം വേണ്ടേ നമുക്ക്. കേരളത്തിനൊരു മാറ്റം. എന്നും ഇടതനും വലതനും മാറി മാറി ഭരിച്ചതിന് ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ NDA സ്ഥാനാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജയിക്കും. ഇലക്ഷനൊക്കെ അടുത്തല്ലോ. അപ്പോൾ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? തലയിൽ എം പി രാജേഷ് നല്ല ഭൂരിപക്ഷത്തിൽ. കാരണം വികസനം കൺമുന്നിലാണ്. ഇപ്പോൾ കണ്ടില്ലേ ഈ റോഡ് അത്ര മനോഹരമായിട്ടാണ് എല്ലാ റോഡുകളും പണിതത്. അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾ, അതുപോലെ കാങ്കപ്പുഴ പാലം, അങ്ങനെ ഒരുപാട് വികസനങ്ങൾ തൃത്താലയ്ക്ക് ഈ 5 വർഷം കൊണ്ടുണ്ടായി. അതുകൊണ്ട് എം പി രാജേഷാണ് കൂടുതലും വിജയസാധ്യത നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. തൃത്താലയിൽ ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നത്? എം പി രാജേഷ് ജയിക്കും, അതിലൊരു സംശയമില്ല. നമ്മളിപ്പോൾ പിന്നെ കാരണം പറഞ്ഞപ്പോൾ ഒരു പഞ്ചായത്ത് ഞങ്ങൾ തൃത്താല പോയി അതിന് പരിധോര് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു മാറ്റം ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു പിന്നെ ഭൂരിപക്ഷം ഉയർത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം 3300 സംതിങ് ആണ് ജയിച്ചത്. ഇപ്പോൾ ഒരു 6000 ആക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ എം പി രാജേഷ് ജയിക്കണം നമ്മൾ ആഗ്രഹം. കാരണം വികസനം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കക്കാട്ടി സ്കൂള് ഒരു കോളേജ് ലുക്കാണ്. ഇപ്പോൾ നല്ല അടിപൊളി പാലം, റോഡുകൾ, പിന്നെ മൂപ്പര് പറഞ്ഞ ഒരു നല്ല കണ്ടാൽ തന്നെ ഒരു തൃപ്തിയാണ്. പൊങ്ങച്ചല്ല, അഹങ്കാരമില്ല, ഒരു മന്ത്രി എന്നുള്ള ജാടില്ല. അങ്ങനത്തെ ഒരു നല്ല മനുഷ്യൻ. അങ്ങനെ ജയിക്കണം എന്നാണ് ആഗ്രഹം. തലയിൽ ബൽറാം വരുന്ന വിചാരിക്കുന്നത്. ബൽറാം കാരണം വികസനം 10 കൊല്ലം ഇവിടെ ജയിച്ച MLA ആയിരുന്നു. അതിൻ്റെ വികസനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ വികസനം ഇനിയും ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ബൽറാം വരുന്നതാണ് വിചാരിക്കുന്നത്. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നത്? ഇവിടെ MBR വരണമെന്നാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വിദേശങ്ങളും പിന്നെ മൊത്തത്തിൽ എല്ലാം കൊണ്ട് അവരാണ് മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ മാത്രമല്ല കേരളത്തിലും 3ാം വട്ടം LDF വരണമെന്നാണ് ആഗ്രഹം. MBR ജയിക്കും. കാരണം ഇവിടെ അത്യാവശ്യം വികസനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 5 വർഷം 10 വർഷത്തെ MLA പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല. ബൽറാം അത്യാവശ്യം റോഡുകൾ BMC ചെയ്തിട്ടുണ്ട്. ഒരുപാട് റോഡുകൾ, പിന്നെ കൂട്ടക്കടവ് റെഗുലേറ്റർ പാലത്തിൻ്റെ വർക്ക്, അത്യാവശ്യം സ്കൂളുകൾ വർക്കുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. വികസനം BJP ജയിക്കണം എന്നാണ്. കാരണം വികസനം വേണം. കാരണം 2 ആൾക്കാരും ഇത്ര വർഷം ഭരിച്ചില്ലേ. BJP ഭരിച്ചാൽ അവിടെ നാട് നേരവും. അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ചേട്ടാ, ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? MBR ജയിക്കാനാണ്. കാരണം 10 വർഷം ഊട്ടി ബൽറാം ഇവിടെ ജനപ്രതിനിധിയായിരുന്നു. നമ്മളെ നാടിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തില്ല. ഈ വെയിറ്റ് ഷെഡ് ബൽറാം ഉണ്ടാക്കിയതാണ്. ബൽറാം ഉണ്ടാക്കിയിട്ട് അതിൽ ആ വർക്ക് ഉണ്ടോ താങ്കൾ കാണണ്ട? ഒരു ഫിനിഷിങ് വർക്ക് കൂടി ചെയ്തില്ല. 10 വർഷം ഉണ്ടായിട്ട് നമ്മളെ സ്റ്റാൻഡൊക്കെ ശരിയാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അത് ശരിയാക്കി തന്നില്ല. പിന്നെ ബാക്കിയുള്ള ഈ റോഡ് കുറ്റാട് തണ്ണീർക്കോട് റോഡുകൾ ഏകദേശം വല്ലതും പൂർത്തിയായി. പിന്നെ ഗോഖലെ സ്കൂള്, കുമരല്ലൂർ സ്കൂള്, പട്ടിത്തറ സ്കൂള് അതൊക്കെ ഇപ്പോൾ ശരിയാക്കി. പിന്നെന്താ അങ്ങനൊക്കെ ഒരു മാറ്റങ്ങളല്ലേ വേണ്ടത്. 2000 രൂപ അല്ല 62
ലക്ഷം ജനങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ കൊടുക്കുകയാണ്. പിന്നെ യുവതികൾക്ക് 35 വയസ്സായ ആളുകൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 10 കൊല്ലം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ ആ മാറ്റം എന്തായാലും നമ്മളെ തൃത്താലക്കും കേരളത്തിനും LDF സർക്കാർ വരുന്നതാണ് ഗുണം എന്നാണ് എൻ്റെ അഭിപ്രായം. സാധ്യത MPR. കാരണം എന്താ വെച്ചാൽ 5 കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ റോഡുകളല്ലായിരുന്നു, കുണ്ടും കുഴിയായിരുന്ന റോഡുകളായിരുന്നു. വികസനങ്ങൾ ഒരുപാട് കൊടുന്ന് ഈ ഇവിടെ തന്നെ 36 റോഡുകൾ ഇപ്പോൾ MPR വന്ന് തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെള്ളം, ഒരു അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായിട്ട് ചെയ്യുന്നു. ആൾ ജയിക്കുന്നുള്ളത് ഉറപ്പാണ്. ബൽറാം ജയിക്കാനാണ് സാധ്യത. തോന്നുന്നു. അത് തോന്നുന്നു. പിന്നെ രണ്ടു കൂട്ടരും നല്ല സ്ട്രോങ് ആയുള്ള മത്സരമാണ് തൃത്താലയിൽ. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷ ബൽറാമിനാണ്. ചേട്ടാ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു. ഇത്തവണ എങ്ങനെ തൃത്താലയിൽ ആര് ജയിക്കുന്ന തോന്നുന്നേ? MP രാജേഷ്. കാരണം എന്താ? ഈ പിന്നെ വികസനത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ MP രാജേഷാണ്. 10 വർഷം ഇവിടെ MLA നിന്ന് VT ബൽറാമിന് പോലും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം. ചേട്ടന് എന്താ തോന്നുന്നത്, ആര് ജയിക്കാനാ സാധ്യത? MP രാജേഷ്. കാരണം അവരുടെ നയിപ്പും പിന്നെ വികസനം അവരുടെ പരിപാടിയും പ്രവർത്തനവും ഒക്കെ അതേമാതിരിയാണ്. ആൾക്കാർക്ക് വലിയ സഹായങ്ങൾ, റോഡ്, അതേമാതിരി പെൻഷൻ, ഇതേമാതിരി സഹായങ്ങൾ, ആൾക്ക് സഹായങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം അയാൾ ജയിക്കുന്നതാണ് എനിക്ക് ഉറപ്പ്. ചേട്ടാ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? ഇവിടെ MP രാജേഷാണ് ജയിക്കുക. കാരണം MP രാജേഷ് ഇവിടെ അത്രയും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കും കാര്യപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ MP രാജേഷാണ് ഇവിടെ ജയിക്കേണ്ടതും ജയിക്കാൻ സാധ്യതയും. ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് MJ രാജേഷ് ജയിക്കുന്നതാണ്. അത് തൃത്താലയിൽ വികസനം ഏറ്റവും കൊടുക്കുന്നത് MP രാജേഷാണ്. അപ്പോൾ MP രാജേഷ് ജയിക്കണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. അത് ജയിക്കും ചെയ്യും. ചേട്ടാ ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? തൃത്താല നിയോജകമണ്ഡലത്തിൽ ഇവിടെ ഉണ്ണീഷ് മാഷ് ജയിക്കുന്നതാണ് നല്ലത്. ഇവിടെ MP രാജേഷ് തന്നെ ജയിക്കാം. കാരണം എന്താ വെച്ചാൽ 10 വർഷത്തെ വികസനങ്ങൾ, സ്കൂളുകളും കെട്ടിടങ്ങളും ബസ് സ്റ്റാൻഡുകളും റോഡുകളും, അങ്ങനെ വികസനം പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസ് ഭരിച്ച ഒരു 40 വർഷത്തിന് അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഒരു 10 വർഷം കൊണ്ട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾക്ക് മറ്റുള്ളവർക്കെല്ലാം കിട്ടണം. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഈ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒപ്പിച്ചു. MP രാജേഷ് എന്തായാലും ജയിക്കും. LDF ഭരിക്കുകയും ചെയ്യും കേരളം. അടുത്തു ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? രാജേഷ്. കാരണം എന്താ? ഭരണം നന്നായി, ഇതുവരെയുള്ള ഭരണം നന്നായതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ചേട്ടാ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നു? ബൽറാം ജയിക്കുന്നതാണ്. കാരണം എന്താ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബൽറാം ജയിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ചേട്ടാ ഇലക്ഷനൊക്കെ അടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന തോന്നുന്നേ? MP രാജേഷ് ജയിക്കുന്നതാണ്. കാരണം എന്താ? കാരണം എന്താ ഇവിടുത്തെ വികസനങ്ങൾ, ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കൽ, ഹോസ്പിറ്റലുകളുടെ കാര്യം, സ്കൂളിൻ്റെ കാര്യം എല്ലാ രാജേഷിൻ്റെ ചെയ്തോടെ. അതുകൊണ്ട് അയാൾ ജയിക്കും എന്നാണ് നമ്മളെ വിശ്വാസം. പിന്നെ കട്ടക്കുള്ള മത്സരമാണ്. ആർക്കും വോട്ട് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മളെ അഭിപ്രായം രാജേഷ് ജയിക്കണം. രാജേഷ് ജയിക്കും. MP രാജേഷ് ജയിക്കും. ഇവിടെ വികസനം അത്ര കൊണ്ടുവന്നിട്ടുണ്ട്. റോഡായാലും തോടായാലും കുളമായാലും റോഡായാലും കംപ്ലീറ്റ് ഇവിടെ വികസനമാണ്. റോഡിലൊക്കെ കണ്ടില്ലേ. ഒരു MP രാജേഷ് ജയിക്കണം. ചേട്ടാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തില്ല. ഇത്തവണ എങ്ങനെ തൃത്താലയിൽ ആര് ജയിക്കാനാ സാധ്യത? തൃത്താലയിൽ ആരാ ജയിക്കാൻ എനിക്ക് അത്ര പറയാനറിയില്ല. ഒക്കെ കുടിമ്പലും കൂട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. ആരാ ജയിക്കാന്ന് ജയിച്ചതെങ്കിൽ മെയ് 5-ാം തീയതി. ചേട്ടാ ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തല്ലോ. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന തോന്നുന്നേ? തൃത്താല ഞങ്ങളെ സ്ഥാനാർത്ഥി BJP ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഉണ്ണീഷ് മാസ്റ്റർ ജയിക്കുന്നതാണ് ഞങ്ങളെ. കാരണം എന്താ? കാരണം വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ മാറി മാറി വരുന്ന ഭരണത്തിന് ദോഷം വരുന്ന ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ രീതിയിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും പിന്നെ ഇപ്പോൾ പെൻഷന് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കുടിവെള്ളമൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഒരു സംസ്ഥാന സർക്കാർ പറഞ്ഞ് അവരുടെ പേരിലാക്കിയിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ കാര്യം, റേഷൻ അരി, ഇതൊക്കെ നരേന്ദ്രമോദി കൊടുക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് പിന്നെ 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ മറ്റേ കർഷക മറ്റേ കിസാൻ സമ്മാൻ നിധി പദ്ധതി അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ. പിന്നെ ഗ്യാസ് സൗജന്യമായിട്ട് കൊടുക്കാണ്ട് കേരള സർക്കാരിന് പറയുന്നത് ഞങ്ങളെ തന്നെ ഇവർ കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളൊക്കെ ഇവർ അട്ടിമറിച്ച് ഇപ്പോൾ മറ്റേത് ഭവന നിർമ്മാണത്തിൻ്റെ ലൈഫിൻ്റെ പേരാക്കി ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ കേന്ദ്രം കൊടുക്കുന്നതാണ് ഇത് വീടിൻ്റെ ഒക്കെ. അതിൻ്റെ എത്ര ശതമാനം കേന്ദ്രം 3/4% കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് BJP ആണ് ഇന്ത്യയിൽ ഇപ്പോൾ ഭരണത്തിൽ കുറച്ച് മെച്ചപ്പെട്ടുള്ള ഭരണം കാഴ്ചവെച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ സർക്കാരുകൾക്കും കൃത്യമായ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് BJP ആണ് ഭരണത്തിൽ ഇപ്പോൾ ഇപ്രാവശ്യം കേരളത്തിൽ ഇതൊക്കെ സ്ഥലങ്ങളിൽ BJP ജയിക്കുമെന്നാണ് ഞങ്ങൾ വെപ്പ്. ഈ പ്രാവശ്യവും നല്ലൊരു മത്സരമുണ്ട്. കാരണം XMLയും ഒരു ഇപ്പോഴത്തെ MP രാജേഷ് രണ്ടാൾ കൂടിയിട്ടുള്ള നിൽപ്പാണ്. എല്ലാവർക്കും നല്ല ഇപ്പോഴത്തെ MLA ഓപ്പുണ്ട്, മറ്റവർക്ക് നല്ല ഓപ്പുണ്ട്. ചേച്ചി ഇപ്പൊ തെരഞ്ഞെടുപ്പ് കടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന തോന്നുന്നേ? രാജേഷ്. കാരണം എന്താ? കാരണം ചേച്ചാ അവര് ജയിച്ചിട്ടേ എല്ലാം കൊണ്ടും കാര്യമുള്ളൂ. കടയാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ബലാബലം എന്ന് വെച്ചാൽ അപ്പുറം ഒരേ മാതിരിയാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം UDF ജയിക്കണം എന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടിട്ട് ഇവരെ എല്ലാ കാര്യത്തിലും ഈ ലാസ്റ്റ് വെച്ചിട്ട് പലതും കാട്ടിക്കൂട്ടുക, എന്നിട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് മറ്റേ ചെയ്ത് ഇതൊന്നും കടങ്ങളില്ലെങ്കിൽ ഇതിനൊക്കെ ജനങ്ങൾ കട ആവുമല്ലേ. എന്ത് ചെയ്യുന്നതിനും ജനങ്ങൾ കട ആവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ചെയ്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ? കടം ഇല്ലാതെ ഞങ്ങൾ ഈ ജനങ്ങൾക്കൊന്നും കടങ്ങളൊന്നും ഇല്ലാതെ അപ്പം ശരിയാണ് ആ ഭരണം നല്ല ഭരണമാണ്. ഇത് ദിവസം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കടങ്ങൾ. പിന്നെ സാധനങ്ങൾ, ടാക്സ്, ഞങ്ങളെ കടയുടെ വാടകൾ, പല സംബന്ധമായ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഗ്യാസ് ഇല്ല, കട പൂട്ടിക്കെടുക്കുകയാണ്. 2-3 തൊഴിലാളികൾ പട്ടിണിയിലാണ്. എന്ന് വെച്ചാൽ ഇവിടെ വല്ല മീറ്റിങ്ങിലെല്ലാം അവർക്ക് ഉണ്ടാവുള്ളൂ, അതുമില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാസും ഇല്ലാതെ ഞങ്ങൾ കട്ടപ്പാടായിട്ട് ജീവിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ കാര്യം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ UDFൻ്റെ ആളാണ്. UDF ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ചേട്ടാ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന ചേട്ടൻ പ്രതീക്ഷിക്കുന്നത്? കാരണം വികസനത്തിൻ്റെ കാര്യങ്ങൾ ഒരു 10 കൊല്ലം കൊണ്ട് നല്ലതായിട്ട് വികസനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം വെച്ച് നോക്കുമ്പോഴാണ് സാധ്യത കാണുന്നത്. ചേട്ടാ തെരഞ്ഞെടുപ്പ് കടുത്തു. ഇത്തവണ തൃത്താലയിൽ ആര് ജയിക്കുന്ന തോന്നുന്നേ? രാജേഷാണ് ഇപ്പോൾ മുൻതൂക്കം കാണുന്നത്. കാരണം എന്താ വെച്ചാൽ മൂപ്പര് നല്ല വികസനങ്ങൾ ചെയ്യുന്നു ഈ 5 വർഷം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പോൾ ഈ നാട് രക്ഷപ്പെടാൻ അവരെ കഴിയുള്ളൂ. മറ്റേത് ഈ നുണപ്രചാരണം നടത്തിയിട്ട് ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ ആയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഇങ്ങനെ ഇപ്പോൾ നല്ലൊരു നിലയിലാണ് പോണത്. ആ പോണത് ഇപ്പോൾ ഞങ്ങളൊരു പാവപ്പെട്ട ആളാണ്. അപ്പോൾ ആ പാവപ്പെട്ട ആളെ ഒരു കാര്യങ്ങൾ പറയുന്നു. നമുക്കൊരു പിന്നെ വലിയൊരു ബംഗള ഇതല്ല. കാരണം പിന്നെ അവരുടെ ഒരു നല്ല ഒരു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ വന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് ചെയ്യാനല്ല പറഞ്ഞു. കോൺഗ്രസ് വെറും നുണ പ്രചാരണങ്ങളെ മൂപ്പര് നടത്തുന്നു. VD കാര്യം താങ്ങി നുണ മൂപ്പര് പറയുന്നു. മൂപ്പര് നല്ല കാര്യം പറയുക. ഒരാൾക്ക് ഒരു 10 ഉറുപ്പ്യ കൊടുക്കണമെങ്കിൽ മൂപ്പര് ഇവിടെ തർക്കുന്നില്ല. പിന്നെ നരേന്ദ്രമോദി വെച്ച് മൂപ്പര് ഈ കേരളം പിന്നെ പ്രാന്താരായി പറഞ്ഞ് ആൾക്ക് ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ തന്നെ ഒരിക്കലും പറ്റില്ല. അങ്ങനെ പറഞ്ഞൊരാളാണ്. ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. കഴിഞ്ഞതിനേക്കാൾ കുറച്ച് മുൻതൂക്കമായിട്ട് ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കും. വെറും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നാടിന്റെ പശ്ചാത്തല സൗകര്യങ്ങളും വരും തലമുറയുടെ വികസന സ്വപ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ഘടകമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ജനവിധി എന്തായാലും അത് തൃത്താലയെ ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുന്നതിന് സഹായിക്കട്ടെ. ഓരോ വോട്ടും നാളെയുടെ തൃത്താലയെ നിർണ്ണയിക്കുന്നതിനുള്ള കരുത്താകട്ടെ. പെണ്ണുകുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.